രാജ്യസുരക്ഷയെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന സംഘപരിവാറിന്റെ സംഘികളുടെ യഥാർത്ഥ മുഖം, കപട മുഖം തെളിയിക്കുന്ന ചിത്രങ്ങൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നാട്ടുകാർ പിടികൂടി സുരക്ഷാ സേനയെ ഏൽപ്പിച്ച കൊടും ഭീകരൻ അമിത്ഷായുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നാട്ടുകാർ ജമ്മു കാശ്മീരിലെ താഴ്വരയിൽ നിന്നും ഒളിച്ചിരിക്കുന്ന, അതായത് വൻ ആയുധ ശേഖരവുമായി ഒളിച്ചിരിക്കുന്ന ഭീകരരെ പിടികൂടിയിരുന്നു. ഇതിൽ പ്രധാന ഭീകരനായ താലിബ് ഹുസൈൻ ഷാ എന്ന് പറയുന്ന വ്യക്തി അമിത്ഷായുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ താലിബ് ഹുസൈൻ ഷായുടെ BJP ബന്ധത്തെ കുറിച്ച് നാം 2 ദിവസം മുൻപേ ചർച്ച ചെയ്തതാണ്. ഇദ്ദേഹം BJPയുടെ IT സെൽ വക്താവായിരുന്നു. ഇദ്ദേഹം BJPയുടെ ന്യൂനപക്ഷ മോർച്ച നേതാവായിരുന്നു. ഇദ്ദേഹത്തെ BJP പ്രവർത്തകർ, ഇദ്ദേഹത്തെ BJP നേതാക്കന്മാർ ആദരിക്കുന്ന, വരവേൽക്കുന്ന ധാരാളം ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ BJPയുടെ സംസ്ഥാന നേതൃനിരയിൽ BJPയുടെ IT സെല്ലിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മാരകമായ ആയുധ ശേഖരവുമായി, അതുപോലെ തന്നെ സ്ഫോടക വസ്തു ശേഖരവുമായി ജമ്മു കാശ്മീരിൽ പോലീസും സുരക്ഷാ സേനയും നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇദ്ദേഹം ഇതാ അമിത്ഷായുടെ ഒപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരിക്കുന്നു. ആരാണ് അമിത്ഷാ? BJPയുടെ ഒരു പ്രാദേശിക നേതാവാണോ അമിത്ഷാ? അല്ല. BJPയുടെ ഒരു സംസ്ഥാന നേതാവാണോ അമിത്ഷാ? അല്ല. വെറും ഒരു ദേശീയ നേതാവാണോ? അല്ല. അമിത്ഷാ BJPയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ്. BJPയുടെ അവസാന വാക്ക് എന്ന് തന്നെ അമിത്ഷായെ പറയാം. അത്തരത്തിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായുടെ വേദിയിൽ ഒരു ഭീകരൻ എത്തി നിൽക്കുന്ന ചിത്രം പുറത്തു വരുമ്പോൾ ഈ രാജ്യത്തെ ദേശസുരക്ഷയെ സംഘപരിവാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയോ സൈബർ അണികളൊന്നുമല്ല. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പിടിയിലായ ഭീകരൻ, കാശ്മീർ താഴ്വരയിൽ പിടിയിലായ ഭീകരൻ അമിത്ഷായും ഒത്തു നിൽക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. വെറുതെ മമതാ ബാനർജി ഒരു ചിത്രം ട്വീറ്റ് ചെയ്യുകയില്ല. മമതാ ബാനർജി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത്രത്തോളം കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രമേ മമതാ ബാനർജി ഇത്തരമുള്ള ചിത്രങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയോടൊപ്പമുള്ള ഒരു ഭീകരന്റെ ചിത്രം ട്വീറ്റ് ചെയ്യുകയുള്ളൂ. മാത്രമല്ല ഇതുവരെ അമിത്ഷാ ഇതിനെതിരെ ഒരു മാനനഷ്ടത്തിന് കേസും കൊടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയാണ് ഈ ഭീകരൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ കൂടെ വേദി പങ്കിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ BJPയുടെ രാജ്യസുരക്ഷ. ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. പുൽവാമ ആക്രമണത്തെ കുറിച്ച് വരെ ഇത്തരം ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പുൽവാമ ആക്രമണം നമുക്കറിയാം വളരെ രഹസ്യമായ ഒരു സൈനിക നീക്കമായിരുന്നു. അത് സൈനിക ട്രാവൽ ചെയ്യുന്നതിന് നേർക്ക് വളരെ വലിയ മാരക സ്ഫോടക വസ്തു ശേഖരവുമായി ഭീകരൻ ഇടിച്ചു കയറുകയായിരുന്നു. അനവധി സുരക്ഷാ കേന്ദ്രങ്ങൾ കടന്നാണ് ഈ ഭീകരൻ ഈ സ്ഥലത്തേക്ക് എത്തിയത്. വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു നീക്കമായിരുന്നു അത്. ഈ ഭീകരൻ അവിടെ എത്തിയത് എങ്ങനെയെന്നുള്ള സംശയങ്ങൾ വളരെ കാലമായി ഇവിടെ ഉയർന്നു വന്നിരുന്നു. BJP ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, അല്ലെങ്കിൽ BJP സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു അന്വേഷണവും എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല പ്രതിപക്ഷ നേതാക്കളും ഈ ആക്രമണത്തിൽ സംശയം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഭീകരൻ, അതായത് BJP IT സെല്ലിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകരൻ അമിത്ഷായോടൊപ്പമുള്ള ചിത്രം വരെ പുറത്തു വന്നതോടുകൂടി അമിത്ഷായുടെ ഒപ്പം ഇവിടുത്തെ ഒരു സാധാരണ BJP പ്രവർത്തന ചിത്രം എടുക്കുവാൻ പറ്റുമോ? ഇവിടുത്തെ ഒരു BJPയുടെ സാധാരണ നേതാവിന് ചിത്രം എടുക്കാൻ പറ്റുമോ? അമിത്ഷായ്ക്കൊപ്പം ഇരുന്ന് ചിത്രം എടുക്കണമെങ്കിൽ അത്രത്തോളം ഉന്നതമായ സ്ഥാനം ആ പാർട്ടിയിൽ ആ വ്യക്തിക്ക് വേണം. അത്തരത്തിൽ അമിത്ഷായ്ക്കൊപ്പം വേദിയിൽ നിന്ന് ചിത്രമെടുത്ത ഒരു വ്യക്തിയെ ഭീകരവാദ കേന്ദ്രത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഭീകരർക്ക് ഇത്തരം രഹസ്യങ്ങൾ പോകുന്നു എന്നതിനെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലാണ്, അതായത് ഈ ഭീകരവാദികൾ BJPയുടെ നേതൃനിരയിലേക്ക് തിങ്ങിക്കയറിയിരിക്കുന്നു. അമിത്ഷായുടെ അടുത്ത് വരെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ വരെ എത്തിയിരിക്കുന്നു ഈ ഭീകരവാദികളുടെ സ്വാധീനം എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അവർ ഈ രാജ്യ സുരക്ഷയെ തകർക്കുകയാണ്, ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഇനിയെങ്കിലും ഈ രാജ്യസ്നേഹം വാക്കുകളിൽ കൂടി മാത്രമല്ലാതെ പ്രവൃത്തിയിൽ കൂടി തെളിയിക്കുവാൻ സംഘപരിവാർ സർക്കാർ തയ്യാറാവണം. അത്തരത്തിൽ തയ്യാറായാൽ മാത്രമേ നിങ്ങളെ ഈ രാജ്യത്തെ ജനം വിശ്വസിക്കുകയുള്ളൂ. നിങ്ങളുടെ രാജ്യസ്നേഹം വെറും കപടമാണ്, നിങ്ങളുടെ രാജ്യസ്നേഹം പൊള്ളയാണ്, നിങ്ങളുടെ രാജ്യസ്നേഹം വ്യാജമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്രയും വലിയൊരു കൊടും ഭീകരവാദി അമിത്ഷായുടെ ഒപ്പം നിൽക്കുന്ന ഈ ചിത്രം.